ചമ്മന്തി അരയ്ക്കുമ്പോൾ ഈ ചേരുവ കൂടി ഒന്ന് ചേർത്ത് നോക്കൂ. ചമ്മന്തി സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. ചോറിനും അതുപോലെ തന്നെ കപ്പയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചമ്മന്തി ചെയ്തെടുക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കക്കരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ചമ്മന്തി തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കക്കരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയ ശേഷം ഞാനിത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വട്ടത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലുള്ള ഈ സീഡുണ്ടല്ലോ, ഇത് പോക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു കക്കിരിയുടെ മുഴുവനും ഞാൻ ഇതുപോലെ തന്നെ നടുവിലെ സീഡ് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ കക്കിരി നമുക്ക് ചമ്മന്തിയാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10 ചെറിയുള്ളി ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയ കഷ്ണം മതിയിട്ടോ, കൂടി പോകണ്ട. അതുപോലെ തന്നെ എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 3 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്തിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻസ് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങയുടെ ഒരു ഭാഗം മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മാങ്ങയുടെ ഒരു കഷ്ണം മാത്രമേ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ പുളി കൂടിപ്പോകും. ഇതിൽ മാങ്ങ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പുളി ചേർക്കുന്നതുമില്ല. ഇനി നമുക്ക് ഈ പച്ചമുളകും അതുപോലെ തന്നെ ഈ മാങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറോടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കിരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇട്ടെടുക്കുന്നില്ല കേട്ടോ. ഞാനിതിപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് കക്കിരി കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ കട്ട് ചെയ്തത് അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഭാഗമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ ഇതിൽ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യം അരച്ചെടുക്കുന്നതിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പും ചേർത്തെടുത്തിട്ട് നമുക്ക് ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. കല്ലുപ്പ് ചേർക്കുമ്പോഴാണ് നമ്മുടെ ചമ്മന്തിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇതാ ആദ്യത്തേത് ഞാൻ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തതും അരച്ചെടുക്കാവുന്നതാണ്. ചമ്മന്തി അരച്ചെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളിവിടെ ഇപ്പോൾ കക്കിരിയുടെ ചമ്മന്തിയാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ചിൽ കക്കിരിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ മാങ്ങയും അതുപോലെ ചെറിയുള്ളി, ഇഞ്ചി ഇവയൊക്കെ കട്ട് ചെയ്തതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ആദ്യത്തേൽ ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തി അരച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ഇതും ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ആദ്യം അരച്ച് വെച്ചതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടുതലായി പോവേണ്ടതില്ല. നമ്മൾ കക്കിരി കൊണ്ട് ചമ്മന്തി തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചമ്മന്തി കുറച്ചുകൂടി വാട്ടർ കണ്ടൻറ്റ് ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ജലാംശം ഉണ്ടായിരിക്കും. നമുക്ക് ഒരു കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുന്നത് പോലെ തന്നെ ജലാംശമുള്ള ഒരു ചമ്മന്തിയാണ് ഈ കക്കിരിയുടെ ചമ്മന്തി എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ ചമ്മന്തിയിൽ വെള്ളം ആഡ് ചെയ്യാറില്ല. എന്നാൽ കക്കിരി ചമ്മന്തി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ജലാംശമുള്ളതുമാണ്, വളരെ ടേസ്റ്റുമാണ്. കപ്പയ്ക്കും അതുപോലെ ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. കൂടെ നമ്മളതിന് മാങ്ങ കൂടി ചേർത്തത് കൊണ്ട് ഇതിന് പ്രത്യേക സ്വാദാണ്. അപ്പം കക്കിരി ചമ്മന്തി ഇതുപോലെ തയ്യാറാക്കിയില്ലെങ്കിൽ ഒരു തവണ തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.